നമസ്കാരം. ബസ് ടിക്കറ്റ് നിരക്കായി അധികം ₹1 ഈടാക്കിയതിന് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് പണി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. ടിക്കറ്റ് നിരക്കിൽ ₹1 അധികം ഈടാക്കിയതിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ ഫോറം വിധിക്കുകയും ചെയ്തു. ബസ്സിൽ യാത്ര ചെയ്ത യാത്രക്കാരന് ₹30,001 നഷ്ടപരിഹാരമായി ഇപ്പോൾ നൽകേണ്ടത്. മൈസൂർ ജില്ലാ ഉപഭോക്തൃ ഫോറം ചെയർപേഴ്സൺ AK നവീൻ കുമാരിയാണ് ജൂലൈ 7 ഈ ഉത്തരവ് ഇട്ടത്. മൈസൂർ സ്വദേശിയും അഭിഭാഷകനുമായ J കിരൺകുമാർ നൽകിയ പരാതിയിലാണ് ഈ നടപടി. കഴിഞ്ഞ വർഷം ഡിസംബർ 31 മൈസൂരിൽ നിന്ന് ബംഗളൂരുവിലേക്ക് KSRTCയുടെ ഐരാവത് AC ബസ്സിൽ യാത്ര ചെയ്ത കിരൺ ടിക്കറ്റ് നിരക്കായി ₹390 ഡിജിറ്റൽ പേയ്മെന്റ് മുഖേന നൽകിയിരുന്നു. ടിക്കറ്റ് നിരക്ക് ₹370, GST ₹19 ഉൾപ്പെടെ ₹389 യഥാർത്ഥ നിരക്ക്. എന്നാൽ നിരക്ക് കണക്ക് കൂട്ടുന്നതിൻ്റെ ഭാഗമായാണ് ₹390 ഈടാക്കിയത്. ഡിജിറ്റൽ പേയ്മെന്റ് കൃത്യം തുക നൽകാമായിരുന്നിട്ടും അധികം നിരക്ക് ഈടാക്കിയതിന് എതിരെയാണ് കിരൺ ഈ വർഷം ഫെബ്രുവരി 10 ഉപഭോക്തൃ ഫോറത്തെ സമീപിച്ചത്. നഷ്ടപരിഹാരമായി ₹1,00,000 നൽകണം എന്നായിരുന്നു കിരണിൻ്റെ പരാതിയിൽ ഉണ്ടായിരുന്നത്. കൃത്യസമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകിയില്ല എങ്കിൽ KSRTC ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും ഉത്തരവിലുണ്ട്. യാത്രക്കാരന് ₹25,000 കോടതി ചെലവിലേക്ക് ₹5,000 കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 1 മാസത്തിനകം നൽകണമെന്നും ഉത്തരവിൽ ഉണ്ട്.